നമ്മൾ കണ്ട ആ സാക്ഷ്യത്തിൽ റോസ് ബെന്നിയുടെ സാക്ഷിയാണ്. റോസ് ബെന്നി നമ്മുടെ നാട്ടുകാരി, ഇവിടുത്തെ നാട്ടുകാരിയാണ്, ചമ്പകുളത്തുകാരിയാണ്. ആ സാക്ഷ്യം കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് അവലംബങ്ങൾ, ഇവിടെ അവലംബങ്ങളുടെ പ്ലേസ്മെൻറ്റ് ഭയങ്കര രസമാണ്. അപ്പോൾ അവർക്ക് അവരുടെ ജീവിത ഉപാധി എന്ന് പറയുന്നത് ഒരു പാടശേഖരമാണ്. 9 ഏക്കറുള്ള ഒരു പാടശേഖരമാണ്. ഈ പാടത്തുനിന്ന് നെല്ല് കൊയ്തെടുത്തിട്ട് വേണം ഈ 2 കുഞ്ഞുങ്ങളുണ്ട്, അതുങ്ങളെ പഠിപ്പിക്കാനും പിന്നെ ബാക്കിയുള്ള ഹൗസ് മെയിൻ്റെനൻസ് എല്ലാം നടത്തേണ്ട ഇതിലേതാണ്. ബെന്നിയും ഇവരും 2 പേരും കർഷകരാണ്. അപ്പോൾ ഇവരുടെ പരിപാടി ഈ നെല്ലിൻ്റെ കാര്യമൊക്കെ അറിയാമല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. നമ്മുടെ അതിലെ കുട്ടനാടൻ പാടശേഖരങ്ങളെ എപ്പോഴും നമുക്ക് ഭീഷണിയാകുന്നത് ഏത് സമയത്ത് വേണമെങ്കിലും ഒരു ന്യൂനമർദ്ദം വന്നാൽ മതി, അപ്പം തന്നെ മലവെള്ളം പാഞ്ഞുകൊണ്ട് വരും. ഒരു ന്യൂനമർദ്ദം വന്നാൽ മതി, ഒരു 5-6 ദിവസം നിന്ന് പെയ്ത അപ്പം തന്നെ പമ്പ എന്ന് പറയുന്ന ഭയങ്കര ഒരു ഭീകര ജീവിയാണ് സംഭവം. അത് മുഴുവനും വന്ന് ആ കുട്ടനാട് മുഴുവൻ മുക്കിക്കളയും. കടലിൽ ദിവസങ്ങളിൽ വെള്ളം എടുക്കത്തില്ല. അതിങ്ങനെ ടൈഡ് നോക്കിയിട്ടാണല്ലോ വെള്ളം എടുക്കുന്നത്. ഇപ്പോൾ വെള്ളം എടുക്കാത്ത ദിവസമാണെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടാകും. അപ്പോൾ പാടശേഖരത്തൊക്കെ കയറും. ആപ്പടെ ഒരു വലിയ കഷ്ടപ്പാടാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ എങ്കിലും ഇതിൻ്റെ വിശ്വാസഭീരന്മാരുണ്ട്. അവർക്കൊരു കഷ്ടപ്പാടും ഉണ്ടാകത്തില്ല ഒരിക്കലും. പ്രാർത്ഥിക്കുന്ന കഷ്ടപ്പാട് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. വിശ്വാസഭീരന്മാർക്കൊരു പ്രശ്നമില്ലേ. അവർക്ക് ഉള്ള കഷ്ടപ്പാടെന്ന് പറയുന്നത് അവർക്ക് ടെൻഷൻ ഉണ്ടാക്കി കൊടുക്കും ദൈവം. ഇവർ ടെൻഷനെ വിശ്വാസം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ടെൻഷനെ അതിജീവിക്കും. നമ്മൾക്ക് ഈ പ്രാർത്ഥനയുടെ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയാണ് ഇതുപോലെ പുതിയ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യണത്. പ്രാർത്ഥനയുടെ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ അത് ചില ആൾക്കാർക്ക് അത് ശരിക്കും അവരത് പ്രയോജനപ്പെടുത്തും. ഇപ്പം ഈ റോസ് ബെന്നിയുടെ വിഷയം എന്ന് പറയണത്, ഇവർ നെല്ലെല്ലാം കുലച്ച് പാകമായി കൊയ്ത്തുകാലമായപ്പോൾ പെട്ടെന്ന് ന്യൂനമർദ്ദം വന്നു. അപ്പോൾ എല്ലാം ഭയങ്കര കാറ്റ്. ഇപ്പോൾ ഇന്നലെയൊക്കെ ഭയങ്കര കാറ്റായിരുന്നു ഇവിടെയല്ല, കടലോരത്തൊക്കെ ഭയങ്കര കാറ്റായിരുന്നു. മണിക്കൂറിന് 60 വെച്ചുള്ള കാറ്റാണ്. അപ്പോൾ അടിച്ചു തല്ലിപ്പോവും തെങ്ങെല്ലാം. അപ്പം ഞാറിങ്ങനെ വീണുപോയി, വെള്ളത്തിലേക്ക് വീണുപോയാൽ ഞാറിനൊരു കുഴപ്പമുണ്ട്. വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ നമ്മൾ 1-2 ദിവസമൊക്കെ ഇങ്ങനെ ഈ കതിരയിലിങ്ങനെ നെല്ലൊക്കെ തൂങ്ങിക്കിടക്കും. അപ്പോൾ 1-2 ദിവസം കഴിഞ്ഞാൽ വെള്ളത്തിലാണെങ്കിൽ പതുക്കെ ഇത് അടന്നടന്ന് ഇതിനകത്ത് വീഴും. നമുക്ക് 1-2 ദിവസം ആ സമയം തെറ്റിയപ്പോൾ കിട്ടത്തില്ല, എല്ലാം അടന്നു പോകും. അതാണ് വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ കുഴപ്പം. ഭയങ്കര സങ്കടകരമായൊരു കാഴ്ചയാണ്. സെക്കൻഡുകൾക്കുള്ളിൽ നമ്മുടെ എല്ലാ പ്രതീക്ഷയും ഇങ്ങനെ അസ്തമിച്ച് പോണവർ തോന്നും. ഇപ്പം ന്യൂനമർദ്ദം കയറി കാറ്റടിച്ച് മഴയത്ത് ഈ 9 ഏക്കർ ഇങ്ങനെ അടിച്ചു തല്ലിപ്പോയപ്പോൾ അപ്പോഴും ബെന്നി റോസിനോട് ചോദിക്കുന്നു, നമ്മളെന്ത് ചെയ്യും, നമ്മൾ തീർന്നല്ല എന്ന് പറയും. കാര്യം കടമൊക്കെ മേടിച്ചൊക്കെ ഇതൊക്കെ ചെയ്യണത്, ഇതിൻ്റെ വളമൊക്കെ വാങ്ങിക്കുന്നത് കുറേയൊക്കെ ഗവൺമെൻറ് കൊടുക്കുമായിരിക്കും, ബാക്കിയെല്ലാം നമ്മൾ തന്നെ കൂടി ചെയ്യണം. എൻ്റെ വണ്ടി ഇറക്കണത് ഉഴുതുമറിക്കണത് എല്ലാം കുറേ കടമുണ്ട്. ഇപ്പം കടവും പരിഹരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വേറെ എവിടെയൊക്കെ കൊയ്ത് ഈ ന്യൂനമർദ്ദത്തിന് മുമ്പ് അപ്പോഴൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ കൊയ്ത് കൊണ്ട് ഗവൺമെൻറ് അല്ല ഇപ്പോൾ കൊയ്യണത്. ഈ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനൊക്കെ ഇത് മൊത്തമായിട്ട് എടുത്തിട്ട് അവിടെ വെച്ച് തന്നെ ഇത് ഉണക്കി അവിടെ വെച്ച് തന്നെ അരിയാക്കി കൊണ്ടുപോകുന്ന സംവിധാനങ്ങളുണ്ട്. ഇപ്പം ഗവൺമെൻറ് അരി എടുത്തിട്ട് ഇവർക്ക് വേണ്ട ഫണ്ട് അവരുടെ പാസ്ബുക്കിൽ കൊടുക്കുന്ന പരിപാടിയൊക്കെയാണ്. അപ്പോൾ എന്തിന് 100-108 കിലോനാണ് എടുക്കുന്നത്. അതിപ്പോൾ മുതലാകത്തില്ല. മനുഷ്യന്മാർക്ക് ഓരോ വിഷയമാണ്. പ്രാർത്ഥനയ്ക്ക് ഓരോ സബ്ജക്റ്റ് തന്നെ ഓരോ കണ്ടില്ലേ. 100 കിലോ എടുക്കുന്ന സ്ഥലത്ത് 108 കിലോ മേടിക്കും. പണ്ട് പേട് വാശി എന്നൊക്കെ പറഞ്ഞിട്ട് തേങ്ങ നമ്മൾ കൊടുക്കുമ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു. 100-108 ഉണ്ടായിരുന്നു. പേട് വാശി എന്ന് പറയും.
വെച്ചാൽ നമ്മൾ മടപ്പുറം തേങ്ങ കൊടുക്കത്തില്ലേ? ഇപ്പോൾ കൊടുക്കുമ്പോൾ 100 തേങ്ങ കൊടുത്താൽ അവർ തേങ്ങക്കാർ 108 എടുക്കും. ഇതിൻ്റെ എല്ലാം പേട് പൊതിച്ച് കഴിയുമ്പോൾ പേടുണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എടുക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ ഭയങ്കര നഷ്ടമാണ്. ഓരോ 100 തേങ്ങയ്ക്ക് 8 തേങ്ങ നഷ്ടപ്പെടും. അതുപോലെ തന്നെയാണ് ഈ നെല്ലിനും. ഗവൺമെൻറ് നെല്ലെടുക്കുമ്പോഴും ഇടനിലക്കാരെ കൊണ്ടാണല്ലോ എടുപ്പിക്കുന്നത്. യവന്മാർ അവിടെ ലാഭത്തിൽ നിന്ന് ഒപ്പിക്കാൻ വേണ്ടി 100-ന് 108 കിലോ അളക്കാൻ പറയും. ഇപ്പോൾ മിനി റോസിൻ്റെ പ്രശ്നം, റോസ്ബെരിയുടെ പ്രശ്നം, ഈ 100-ന് 8 വെച്ചാണ് ഇത് അളക്കണമെന്നുണ്ടെങ്കിൽ 100 കണക്കിന് കിലോ കിൻഡൽ നഷ്ടപ്പെടും. അപ്പോൾ പിന്നെ നമുക്ക് കിട്ടാത്ത കണക്കായിരിക്കും. അപ്പോൾ അവളിപ്പം മാതാവിനോട് പറയും, മാതാവേ 100-ന് 108 വെച്ചാൽ നമുക്ക് നിൽക്കാപ്പള്ളിക്കളിയില്ല. ഇപ്പം ഈ കാലങ്ങളിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞ് ഉടമ്പടി എടുക്കുന്ന ചില ആൾക്കാർ ഭയങ്കരമായിട്ട് ഉടമ്പടി പ്രയോജനപ്പെടുത്തും. ഉടമ്പടി എന്ന് പറയുമ്പോൾ ദൈവം ഉദ്ദേശിക്കുന്നത് ബൈലാറ്ററൽ എഗ്രിമെൻ്റ് അല്ലേ? ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈലാറ്ററൽ എഗ്രിമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉഭയകക്ഷി കരാറ്. ഉഭയകക്ഷി എന്ന് വെച്ചാൽ 2 കക്ഷികൾ തമ്മിൽ. അപ്പോൾ ഉടമ്പടി നമ്മൾ ശ്രദ്ധയോടുകൂടിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ദൈവം ഒരു വ്യക്തിയായിട്ട്, നമ്മളൊരു വ്യക്തിയായിട്ട് ഈക്വലായിട്ട് വരും. ഇത് ചില ആൾക്കാർക്ക് ഇതിൻ്റെ ഇക്കണോമിക്സ് അറിയാൻ പറ്റും. ഞാനും ദൈവവും ഇപ്പോൾ ഒരു ഉടമ്പടിയിലാണ്. അപ്പോൾ അതുകൊണ്ട് ചില ആൾക്കാർ എന്തെല്ലാം പ്രശ്നം വന്നാലും തളരത്തില്ല. എന്താ കാര്യം? ഉടമ്പടിയാണ്, ഉടമ്പടിയിലുള്ളതാണ്. ഇപ്പം മോഡി പ്രധാനമന്ത്രി ട്രംപിനെ പോയി കെട്ടിപ്പിടിച്ചാലും അവർ തമ്മിൽ വലിയ ബിസിനസ് ഡീലൊക്കെ നടത്തിയാലും റഷ്യക്കാരൻ കുലുങ്ങത്തില്ല. എന്താ കാര്യം? പത്രക്കാരൊക്കെ പറയും റഷ്യയിൽ നമ്മൾ മാറാൻ പോവുകയാണ്, നമ്മൾ അമേരിക്കയുമായിട്ട് ചേരിൽ വരാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞാലും പുടിൻ അവിടെ ഇരുന്നുകൊണ്ടൊന്നും കുലുങ്ങത്തില്ല. എന്താ കാര്യം? ഇന്ത്യയുമായിട്ട് വർഷങ്ങളോളം അവരുടെ ഉടമ്പടിയിലാണ്. ഇതിൻ്റെ അപ്പുറത്ത് ഫോറിൻ കണക്ഷൻസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഉടമ്പടിക്കെതിരാണത്. അത് മോഡി ഒട്ട് ചെയ്യത്തുമില്ലെന്ന് പുടിനറിയാം. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് വരുന്ന ഈ ഉടമ്പടിയുടെ ഗുണം അതാണ്. ബയലാറ്ററായിട്ടുള്ള ബൈൻഡിങ് ആണ്, മ്യൂച്വൽ ബൈൻഡിങ് വരും. അപ്പം നമ്മുടെ മുമ്പിലൂടെ എൻ്റെ മക്കളെ എൻ്റെ ദൈവത്തിൻ്റെ വിഷയത്തിലുള്ള ഉടമ്പടി സിമ്പിളാണ്. അപ്പം നമ്മൾ ദൈവദൃശ്യത്തിൽ ഏറ്റിരിക്കുന്ന കാര്യങ്ങൾ നമ്മളൊരു ദൈവികമായ രീതിയിൽ എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. സിമ്പിളായിട്ട് നമ്മൾ മാനുഷ്യമായിട്ട് രീതിയിലാണ് ചില ആൾക്കാർ ഉടമ്പടി ചെയ്യണത്. അതുകൊണ്ടാണ് ദൈവം ബൈൻഡ് ചെയ്യാത്തതിൻ്റെ കാരണം. പക്ഷേ ദൈവം അതിനെ അഡ്ഹിയർ ചെയ്യത്തില്ല, ദൈവം അതിന് വശംവദനാകത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉടമ്പടിയിൽ പല കാര്യങ്ങളും ഉഴപ്പും. നിങ്ങളാണെങ്കിൽ നിങ്ങൾ എത്ര കൊല്ലം മുമ്പാണെങ്കിലും ഉടമ്പടി ഉണ്ടായ കാലത്ത് ഇത് അമ്മയുടെ പ്രത്യക്ഷീകരണവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായതാണ്. അമ്മയുടെ പ്രത്യക്ഷീകരണവുമായിട്ട് ബന്ധപ്പെട്ട് അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുക്കാനും പ്രത്യക്ഷീകരണത്തിൻ്റെ ദൈവ ആനുകൂല്യങ്ങൾ ദൈവം ഉടമ്പടിയുടെ ബേസ്മെൻറ്റിലാണ് നമുക്ക് തരണത്. അപ്പം ഇത് ഉടമ്പടി വേറെ, പ്രത്യക്ഷീകരണം വേറെയല്ല, രണ്ടും ഒന്നാണ്. പ്രത്യക്ഷീകരണത്തിന് ദുരന്തം ഉണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ പ്രാർത്ഥനയാണ് നമ്മൾ ഉടമ്പടി വഴി ചെയ്ത് തീർക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള തനത് അനുഗ്രഹങ്ങൾ ഒത്തിരി ഉണ്ട് പ്രത്യക്ഷീകരണം. അതുകൊണ്ടാണ് ഈ അമ്മയുടെ പ്രത്യക്ഷീകരണം അംഗീകരിച്ചുകൊണ്ട് ഉടമ്പടി ചെയ്യുന്നവരുണ്ട്. അവരുടെ വ്യത്യാസം ഉണ്ടാകും ഉടമ്പടിയിൽ. നിങ്ങളുടെ വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ചില ആൾക്കാർ ഉടമ്പടി ചെയ്യണത്. അപ്പോൾ അത് ഈ ലൂപ്പിംഗ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ചിലപ്പോൾ നിങ്ങൾക്കൊരു വിഷയമുണ്ട്, ഓക്കെ, വീടിന് ലോൺ വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ കേസ്, നിങ്ങളുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ ജയിലിലാണെങ്കിൽ അവർ പുറത്തിറങ്ങണം, അതൊക്കെ ആയിരിക്കും നിങ്ങളുടെ ഉദ്ദേശം. ദാറ്റ് മേ ബി അത്. പക്ഷേ ഉടമ്പടി ചെയ്യുമ്പോൾ ഉടമ്പടി ബേസിക്കായിട്ട് എന്താണത്? അത് അമ്മയുടെ പ്രത്യക്ഷീകരണം 2004 ഡിസംബർ 7 സംഭവിച്ച പ്രത്യക്ഷീകരണം. ദുരന്തമുണ്ടാകാൻ കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത് സമയഘടികാരത്തിൽ ചാർത്തിയ ലോകാന്ത്യത്തിൻ്റെ കളർ കാണിക്കുന്ന ഈ പ്രത്യക്ഷീകരണം അത് സഭ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ആ പ്രാർത്ഥനയാണ് ഈ ഉടമ്പടിയിലൂടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യക്ഷീകരണത്തെ ലിങ്ക് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഉടമ്പടി പുരോഗമിക്കണമെന്നുണ്ടെങ്കിൽ അതിന് വല്ലാത്ത മാറ്റങ്ങളുണ്ടാകും. ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കുകയും
പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവപിതാവിനും ദൈവപിതാവിൻ്റെ ദൗത്യം ഏറ്റെടുത്ത് മനുഷ്യനായി പിറന്ന് മനുഷ്യനായി ജീവിച്ച് മനുഷ്യന് വേണ്ടി തൻ്റെ അവസാന തുള്ളി രക്തം വരെ ചിന്തിയ പുത്രനും ഈ രക്ഷാകർമ്മം ഇന്നും പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ കയറി നിന്ന് ഈ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാകുവാനായിട്ട് എന്നെ അനുവദിച്ച പരിശുദ്ധ അമ്മയ്ക്ക് ഒത്തിരിയേറെ നന്ദി പറയുന്നു. എൻ്റെ പേര് ഫാദർ ആൻ്റണി പടമാട്ടുമ്മൽ. ഞാൻ ഓക്കാം സഭാംഗമാണ്. ലാറ്റിൻ യൂണിറ്റിലെ കേരളത്തിലെ സഭാംഗമാണ്. 19 വർഷത്തിൽ അധികമായി ജർമ്മനിയിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് 19 വർഷത്തിലധികമായിട്ട് മലയാളത്തിലൊരു പ്രസംഗമോ ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ചിട്ടയായിട്ടുള്ള കാര്യങ്ങളൊന്നും ചിലപ്പോൾ പറയാനായിട്ട് സാധിക്കില്ല. നിങ്ങൾ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. ഇത് എൻ്റെ സഹോദരൻ ഫാദർ വർഗീസ് പടമാട്ടുമ്മൽ, OSJ, ഇറ്റലിയിൽ സേവനം ചെയ്യുകയാണ് ഏകദേശം 7 വർഷത്തിലധികമായിട്ട്. ഇത് സിസ്റ്റർ ട്രീസ. ഉടമ്പടി അല്ലെങ്കിൽ കൃപാസനം മാതാവ് എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ലാത്ത ഒരാളായിരുന്നു. എന്തിനാ നമ്മൾ ഈ ഉടമ്പടി എടുക്കുന്നത്? കാരണം മാമോദിസ വഴിയായിട്ട് നമ്മളൊരു ഉടമ്പടിയിലാണ്. പിന്നെ എൻ്റെ സന്യാസ വ്രതവാഗ്ദാനം വഴി ഞാനൊരു ഉടമ്പടിയിലാണ്. പിന്നെ പൗരോഹിത്യത്തിൻ്റെ പട്ടസ്വീകരണം വഴിയായിട്ട് ദൈവവുമായിട്ട് ഉടമ്പടിയിലാണ്. അതിലും വലിയ ഉടമ്പടി ഉണ്ടോ എന്ന് ചിന്തിച്ച് ചോദിച്ച് എൻ്റെ അനുജനാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അവനോട് അതിനെക്കുറിച്ചൊക്കെ തർക്കിച്ച് സംസാരിച്ചിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഇപ്പോൾ ഞാൻ പറയും കൃപാസനം മാതാവ് പൊളിയാണ്. മാതാവിൻ്റെ ദൗത്യമെന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, ദൈവത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ മാതാവിൻ്റെ ഉടമ്പടി എടുത്ത് 2023 നവംബർ 29 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അത് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. ആ ഉടമ്പടി എടുത്ത ആദ്യ നിമിഷം മുതൽ മാതാവ് കൂടെ വന്ന് ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായൊരു സ്ഥലത്ത് എന്നെ കൊണ്ടുചെന്നാക്കി. ആ സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈശോയുടെ ഹൃദയമാണ്. ഈശോയുടെ ഹൃദയത്തിൽ വസിക്കാൻ സാധിക്കുന്നത് ആണ് ഒരു വൈദികനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു സന്യസ്തനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യം. അല്ലെങ്കിൽ സ്വർഗം ഭൂമിയിൽ അനുഭവിക്കുക എന്ന് പറയുന്നത് ഇന്ന് വരെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പല ദൈവാനുഭവങ്ങളിലൂടെയും കടന്നു പോയിട്ടുണ്ട്. 15ാമത്തെ വയസ്സിലാണ് സെമിനാരിൽ കയറുന്നത്. അന്ന് തുടങ്ങി ഞാൻ അച്ഛനാകാനായിട്ട് അത്ര വലിയ തീക്ഷ്ണതയായിട്ടൊന്നും കയറിയ ആളല്ല. പക്ഷേ സുവിശേഷത്തിൽ പറയുന്ന പോലെ നിങ്ങളല്ല ഞാനാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെന്ന് എന്ന വാക്യം കൃത്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ദൈവവിളി ജീവിതത്തിൽ അനുവർത്തിക്കപ്പെട്ടതാണ്. ഓരോ കാലഘട്ടത്തിലും തിരിച്ച് ഞാൻ പോകണമെന്ന് ആലോചിച്ചപ്പോഴെല്ലാം ഈശോ സ്പർശിക്കുന്നൊരനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്, പല ആവർത്തികൾ. അപ്പോൾ ദൈവാനുഭവങ്ങൾ വേറെ സമയങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഉടമ്പടിയിലൂടെ ലഭിച്ച അനുഭവം എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം അതുക്കും മേലെ അതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞ് അറിയിക്കാനായിട്ട് സാധിക്കില്ല. ഞാനീ പറയുന്നതെല്ലാം നമ്മുടെ വാക്കുകളിൽ കൊണ്ട് വിവരിക്കാനാവാത്തൊരനുഭവമാണ് ഈ പരിശുദ്ധ അമ്മ വഴി, കൃപാസനം വഴിയായിട്ട്. ഞാൻ പറയും, ഈ കാലഘട്ടത്തിൽ ദൈവം നൽകിയിരിക്കുന്ന ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചറിയാൻ, ദൈവത്തിൻ്റെ രക്ഷയിലേക്ക് കടന്നു വരാനായിട്ട് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ദൈവികമായ പദ്ധതിയാണ് ഉടമ്പടി. മറ്റ് ധ്യാനകേന്ദ്രങ്ങളിലെയോ അല്ലെങ്കിൽ മറ്റ് പ്രാർത്ഥനാ സെൻറ്ററുകളെയോ ഒന്നും ഞാൻ ചെറുതാക്കി കാണുകയല്ല. പക്ഷേ എൻ്റെ ദൈവ അനുഭവത്തിൽ നിന്ന് എനിക്ക് ഉറച്ച ബോധ്യത്തോടെ പറയാൻ സാധിക്കും, ഈ കൃപാസനം
മാതാവ് അല്ലെങ്കിൽ കൃപാസനത്തിലെ പ്രത്യക്ഷീകരണം ദൈവത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തിയതാണ്. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ 19 വർഷമായിട്ട് ജർമ്മനിയിലാണ്. അപ്പോൾ നന്മ ചെയ്യുക എന്നുള്ളതാണ് ഒരു വൈദികനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മങ്ങളിലൊന്ന്. അപ്പോൾ നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അതായത് ജർമ്മനിയിലേക്ക് നേഴ്സിങ്ങിന് കുട്ടികളെ കൊണ്ടുപോകാനായിട്ടുള്ളൊരു അവസരം കിട്ടി. ഒരു ഹോസ്പിറ്റലായിട്ടുള്ളൊരു ടൈപ്പ്. അങ്ങനെ ഞാൻ സെപ്റ്റംബർ 5-ാം തീയതി 2023 11 കുട്ടികളെ യാതൊരു പ്രതിഫലവും വാങ്ങിക്കാതെ ജർമ്മനിക്ക് കൊണ്ടുപോയി. അപ്പോൾ അവർ B2 ഒന്നും പാസ്സാകാതെ ലാംഗ്വേജ് ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലാതെയാണ് കൊണ്ടുപോയത്. ഞാൻ അവരോട് പറഞ്ഞ് എല്ലാം സെറ്റ് ചെയ്തൊക്കെ കൊണ്ടുപോയതാണ്. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിനോടനുബന്ധിച്ച് അവരവിടെ വന്നു കഴിഞ്ഞപ്പോൾ പലരും ലാംഗ്വേജ് പഠിക്കാതെയും ചിലപ്പോൾ ഡ്യൂട്ടിക്ക് പോകാതെയും അല്പം ഉഴപ്പൊക്കെ ആയിട്ട് കാര്യങ്ങൾ കൈവിട്ട് പോകുന്നൊരു നിലയിലേക്ക് എത്തി. അങ്ങനെ ഒരു ആളുടെ കേസിൽ പ്രത്യേകമായിട്ട് എനിക്ക് ഇടപെടേണ്ടി വന്നു. ആ കുട്ടിയെ തിരിച്ച് അയക്കാനായിട്ടുള്ള ഒരു നടപടിക്രമങ്ങളിലേക്ക് പോകേണ്ടി വന്നു. അങ്ങനെ ആ കുട്ടിയെ തിരിച്ചയച്ചു. അത് കഴിഞ്ഞിട്ട് പക്ഷേ ഈ കുട്ടി തിരിച്ചു വരുന്നത് എനിക്കെതിരെ വലിയൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ ആരോപണം വന്നു കഴിഞ്ഞപ്പോൾ ഈ പ്രോജക്റ്റ് ക്യാൻസലാവുന്ന ഘട്ടത്തിലെത്തി. ആ ഹോസ്പിറ്റലിലെ അധികൃതരെ അത് സീരിയസ് ആയിട്ടെടുത്തു. അവർക്ക് ഈ പ്രോജക്റ്റ് ക്യാൻസൽ ചെയ്യേണ്ട ഒരു ഘട്ടത്തിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. അപ്പം ഞാൻ ആ സമയത്ത് നമ്മളൊരു നന്മ ചെയ്തിട്ട് നമുക്ക് തിന്മയായിട്ട് ഭവിക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന മാനസികമായ വിഷമം എന്തായിരിക്കും എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം. അപ്പം ഞാൻ ചങ്കുപൊട്ടുന്ന വേദനയിൽ ആദ്യം പോയത് എൻ്റെ മുറിയിൽ ഒരു കുരിശുരൂപം തൂങ്ങിയിട്ടുണ്ട്. ആ കുരിശുരൂപത്തിൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ വാവിട്ട് കരയുകയാണ്. ഈശോയെ, നിനക്ക് വേണ്ടിയിട്ട് നീ പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ചെയ്തേ, എന്നിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചിട്ട് ഈശോയുടെ കാലിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എന്നിട്ട് ഞാൻ പ്രാർത്ഥനാ സഹായത്തിന് വേണ്ടി വിളിക്കുന്നത് ഈ സിസ്റ്ററിനെയാണ്. ഈ സിസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്ററിനെ കുറിച്ച് 2 വാക്ക് ഞാൻ പറയാം. അത് ദൈവം ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരു സിസ്റ്ററാണ്. ചെറുപ്പം മുതലേ സിസ്റ്ററിന് വലിയ വലിയ കൃപകൾ കൊടുത്തിട്ടുള്ള ഒരാളാണ്. കാര്യങ്ങൾ മുൻകൂട്ടി കാണാനായിട്ടുള്ള ഒരു കഴിവ് സിസ്റ്ററിന് കൊടുത്തിട്ടുണ്ട്. സിസ്റ്റർ സ്വപ്നങ്ങളിൽ കാണും, അതെല്ലാം കൃത്യമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ സിസ്റ്ററിൻ്റെ ആത്മീയമായിട്ടുള്ളൊരു ഗൈഡൻസ് എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ സിസ്റ്ററാണ് എന്നോട് പറയുന്നത്, അച്ഛാ ഉടമ്പടി എടുക്കാൻ. അപ്പോൾ എനിക്ക് ഉടമ്പടിയിൽ വലിയ വിശ്വാസമൊന്നുമില്ല. ഞാൻ പറഞ്ഞു, സിസ്റ്റർ പറഞ്ഞതല്ലേ, സിസ്റ്റർ പറയുന്ന കാര്യങ്ങൾ എല്ലാം കൃത്യമാണെന്നുള്ളത് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു, സിസ്റ്റർ പറഞ്ഞുകൊണ്ട് ഞാൻ ഉടമ്പടി എടുക്കാം. അങ്ങനെയാണ് നവംബർ 29-ാം തീയതി 2023 ഞാൻ ഉടമ്പടി എടുക്കുന്നത്. അത് ഓൺലൈനായിട്ടാണ് ഉടമ്പടി എടുത്തത്. ഈ ഉടമ്പടി എടുത്ത് ഒരു 3 ദിവസം കഴിഞ്ഞുള്ളൂ. അപ്പോഴേക്കും മാതാവ്, ഞാൻ താമസിക്കുന്നത്, ഞാനും ഒരച്ഛനും കൂടി ഒരുമിച്ചാണ് ഒരു പാരിഷ് ഹൗസിലാണ് താമസിക്കുന്നത്. ആ പാരിഷ് ഹൗസിൽ മാതാവ് വന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന മുറിയിൽ മാതാവ് വന്നു. ആ മുറിയിലൂടെ കടന്ന് കിച്ചണിലൂടെ കയറി ഞങ്ങളുടെ ലിവിങ് റൂമിലൂടെ കടന്ന് കോറിഡോറിലൂടെ പോയി മാതാവ് ഞാൻ കിടക്കുന്ന മുറിയിൽ വന്ന് എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചിട്ടാണ് മാതാവ് പോയത്. ഇത് ദർശനത്തിൽ കാണുന്നത് ഈ സിസ്റ്ററാണ്. ഞങ്ങളുടെ വീട് സിസ്റ്റർ കണ്ടിട്ടില്ല. ഈ വീടിൻ്റെ എല്ലാ മുക്കും മൂലയും സിസ്റ്റർ എന്നോട് വിവരിക്കുകയാണ്, ഇതാണ് മാതാവ് കടന്നു വന്ന സ്ഥലമെന്ന്. അതിനുശേഷം ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല മാതാവ് ഇന്ന് എന്നെ ഈ നിലയിൽ കൊണ്ടുവന്ന് എത്തിക്കുമെന്ന്. അപ്പോൾ അന്ന് ഈ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഞാൻ ആ പ്രശ്നത്തിൻ്റെ പരിസമാപ്തിയെക്കുറിച്ച് ആദ്യം പറയാം. അത്
ആ പ്രതിസന്ധി വന്നു കഴിഞ്ഞപ്പോൾ ആ ആരോപണം നിലനിൽക്കുന്നത് എൻ്റെ ഭാവിയെ ബാധിക്കുന്ന വളരെ ഒരു പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരുന്നൊരു സംഭവമാണ്. അപ്പോൾ ഈ ഹോസ്പിറ്റൽ അധികൃതരുമായിട്ട് സംസാരിക്കാനായിട്ട് ആവർത്തി പല മീറ്റിങ്ങുകൾക്കും വിളിച്ചിട്ട് അവർ ആദ്യം നമുക്കൊരു അപ്പോയിൻമെൻറ്റ് തരും, പിന്നീട് അത് മാറ്റിക്കളയും, അങ്ങനെയുള്ള സംഭവങ്ങളായിരുന്നു. ആ സമയത്ത് മുഴുവൻ ഞാൻ ഈ കൃപാസനം അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഉപവാസവും എല്ലാം കൃത്യമായിട്ട് പാലിച്ച് അമ്മയോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം 2024 മെയ് മാസം 2-ാം തീയതിയാണ് ഞങ്ങളിവിടെ വന്നിട്ട് തീർത്ഥാടക ഉടമ്പടി എടുക്കുന്നത്. ഇവിടെ നിന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്ത് പോയി തൈലവും ഇതൊക്കെ കൊണ്ടുപോയി അവിടെ വെച്ച് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടുമൊക്കെ പ്രാർത്ഥന തുടങ്ങി. ഒരു 3 മാസം കഴിഞ്ഞു, 4 മാസം കഴിഞ്ഞു, ഒരു രക്ഷയില്ല. അതിനുശേഷം ഒരു ധ്യാനത്തിൽ, ഉടമ്പടി ധ്യാനത്തിൽ ജോസഫ് അച്ഛൻ പറയുകയാണ്, മെയ് മാസത്തിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത പലരുടെയും നിയോഗങ്ങൾ ഇപ്പോൾ മാതാവ് കണക്കിലെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞുള്ളൂ ഈ ഹോസ്പിറ്റലിലെ അധികാരികൾ എന്നെയും എൻ്റെ വികാരിയച്ഛനെയും ബാക്കി വേണ്ടപ്പെട്ടവരെയൊക്കെ വിളിച്ചിട്ട് പറയുകയാണ്, ഇങ്ങനെ ഒരു ആരോപണം ഇല്ല. ഈ ആരോപണം പോലും ആരും ഉന്നയിച്ചിട്ടില്ല എന്നാ പറയുക. അത് തേച്ച് മാച്ചു കളഞ്ഞു. അത് വല്ലാത്തൊരു അത്ഭുതമായിപ്പോയി എനിക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ. പക്ഷേ ആ സമയത്തൊന്നും എനിക്ക് ഈ ആരോപണത്തെക്കുറിച്ച് വലിയ പേടിയോ ഭയമോ ഒന്നുമില്ല. കാരണം മാതാവ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് മാതാവ് വന്ന് അനുഗ്രഹിച്ചതോടുകൂടി പിന്നെ ഞാൻ ഈശോയുടെ ഹൃദയത്തിലാണ് ജീവിക്കുന്നത്. അവിടെ ജീവിച്ചു കഴിയുമ്പോൾ പിന്നെ നമ്മൾ എല്ലാത്തിനും റെഡിയായി. അപ്പോൾ ഈ ആരോപണം കടന്നു വരുന്നത് ഏകദേശം ഹോളി വീക്കിൻ്റെ സമയത്താണ്. അതായത് നമ്മളുടെ പാൽം സൺഡേ വെച്ച് കഴിഞ്ഞാൽ ഓശാന ഞായറാഴ്ച തുടങ്ങിയുള്ള ആഴ്ചയിലാണ് ഈ ആരോപണം വരുന്നത്. അപ്പോൾ എനിക്കതൊരു ശരിക്ക് ഒരു ഈശോയുടെ പീഡാനുഭവവും കുരിശുമരണവും ഒക്കെ അതിൻ്റെ ഒരു ചെറിയൊരു അനുഭവം ഈശോ എനിക്ക് തന്നതാണ്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇത് ജോസഫച്ചൻ പറയുന്ന പോലെ വില കൊടുപ്പിച്ചതാണ് എന്നെക്കൊണ്ട്. ഈശോയുടെ കൃപകൾ തരാനായിട്ടുള്ള വില കൊടുക്കാനായിട്ട് ഈ അനുഭവത്തിലൂടെ ഈശോ എന്നെ ഒരുക്കി. ആ വില കൊടുക്കലിലൂടെ ഈശോ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അതിനുശേഷം സിസ്റ്റർ വേറൊരു സ്വപ്നവും കൂടി കണ്ടു. ഞാൻ ഒക്ടോബർ മാസം 11-ാം തീയതി മുതൽ 18-ാം തീയതി വരെ ജർമ്മനിയിലൊരു ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ദിവസങ്ങളിൽ സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഈശോ ഇങ്ങനൊരു ഡയലോഗ് പറഞ്ഞു എന്നോട്, അതായത് ഹീ ഈസ് മൈൻ, അവൻ എൻ്റേതാണ്. ആ സമയത്ത് ഞാനത് എൻ്റെ ഗൗരവം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല, അല്ലെങ്കിൽ ഞാനത് ഗൗരവമായിട്ട് എടുത്തില്ല. ഈശോ സ്വന്തമാക്കി എന്ന് പറഞ്ഞിട്ട് ഒക്ടോബർ 15 വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുനാളിൻ്റെ ദിവസമാണ്. അന്ന് മുതൽ ഈശോയുടെ സാന്നിധ്യം എൻ്റെ ഹൃദയത്തിൽ മാത്രമല്ല എൻ്റെ ശരീരത്തിലും ഞാൻ അനുഭവിച്ചു തുടങ്ങി. ഒക്ടോബർ 28-ാം തീയതി ഞാൻ ഞങ്ങളുടെ കൂട്ടുകാരുടെ ഒരു ആശ്രമത്തിൽ പോയി താമസിക്കുന്ന സമയത്ത് അന്ന് രാത്രി ഈശോ എന്നെ ബെഡിൽ തലകുത്തി നിർത്തി എന്നെ അവിടെ ഇട്ട് ഉരുട്ടി. സാധാരണ വലിയ ഒരു ജീവി, നമ്മൾ ചിലപ്പോൾ ഈ കിങ് കോങ്ങിൻ്റെയൊക്കെ വല്ല സിനിമകൾ കണ്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ആരെങ്കിലും എടുത്തിട്ട് നമ്മളിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇട്ട് കളിപ്പിക്കുന്ന പോലെ എൻ്റെ യാതൊരു നിയന്ത്രണമില്ലാതെ എന്നെ എടുത്ത് ഈശോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉരുട്ടുക, തലകുത്തി നിർത്തുന്നു. അതൊരു 2-3 മണിക്കൂർ ഇങ്ങനെയുള്ളൊരു അനുഭവം. അപ്പോൾ എൻ്റെ ഒച്ചയൊന്നും ഞാൻ കേൾപ്പിക്കുന്നില്ല, പക്ഷേ ഈ ഒരു അനുഭവം എനിക്ക് തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ 6 മണി തുടങ്ങി 8 മണി വരെ എൻ്റെ കൈകളിൽ 2 കൈകളിലും ആണിയടിക്കുന്ന പോലുള്ളൊരനുഭവം.
ഈശോയുടെ പഞ്ചക്ഷതം തരുന്ന അനുഭവം എനിക്കുണ്ടായി. അപ്പോൾ അവിടുത്തെ എൻ്റെ അച്ഛന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവർ വന്നു. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. അവർ ഉടനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഹോസ്പിറ്റലിൽ വിളിക്കട്ടെ, ആംബുലൻസ് വിളിക്കാം, എന്നിട്ട് അച്ഛനെ കൊണ്ടുപോകാം. കാരണം ഞാൻ ഈ ആണിയടിക്കുന്ന അനുഭവം ഉണ്ടായിട്ട് വാവിട്ട് കരയുകയാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ല. യാതൊരു കൺട്രോളും ഇല്ലാതെ ഇങ്ങനെയുള്ള ആക്ഷൻസ് കാണിച്ചുകൊണ്ടിരിക്കുക. ഈശോ കുരിശിൽ ആണിയടിക്കപ്പെട്ടപ്പോൾ എന്തൊക്കെ ആക്ഷൻസാണോ ഉണ്ടായത്, അതെല്ലാം എൻ്റെ ശരീരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ആംബുലൻസ് വിളിച്ചു. ഡോക്ടർ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഈ കൃപാസനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇടപെടലിനെക്കുറിച്ചോ ഈ ജർമ്മൻകാർക്ക് വലിയ പിടുത്തമൊന്നുമില്ല, അവർക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. അപ്പോൾ അവരോട് സുവിശേഷം പറയാനുള്ളൊരു അവസരമാണെന്ന് കണ്ടിട്ട് ഞാൻ പറഞ്ഞു, വിളിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അവർ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് വേറെ കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഇങ്ങനെയാണ്, ഈ അനുഭവമാണ് എനിക്കുണ്ടാകുന്നത് എന്നവരോട് പറഞ്ഞു. അപ്പോൾ അവരൊന്ന് ചിരിച്ചു, അവർക്കത് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ചെക്ക് ചെയ്യട്ടെ. അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ എൻ്റെ BP ഇത്തിരി ഹൈ ആണ്. എന്നിട്ട് അവർ പറഞ്ഞു അപ്പോൾ BP ഹൈ ആണ്, ഇത് ഇത്തിരി പ്രശ്നമാണ്, അച്ഛന് മിക്കവാറും ഹാർട്ട് അറ്റാക്കിൻ്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് നമ്മൾക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം, അച്ഛനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ എൻ്റെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവർ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ECGയിൽ ഒരു വേരിയേഷൻ ഉണ്ട്. അപ്പോൾ അവർ ഉടനെ വിധി എഴുതി, ഇത് ഹാർട്ട് അറ്റാക്കാണ്, അച്ഛൻ ഒരു 20 മിനിറ്റ് പോലും ജീവിച്ചിരിക്കില്ല, ഞങ്ങൾക്ക് ഉടനെ തന്നെ ആൻജിയോഗ്രാം ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം എനിക്ക് എന്താണ് അനുഭവം എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ വെറുതെ ഇത് ട്രീറ്റ് ചെയ്ത് എനിക്ക് വേറെ എന്തെങ്കിലും കുഴപ്പമാക്കണ്ട എന്നുള്ള രീതിയിൽ ഞാൻ അവർക്ക് ഒപ്പിട്ട് കൊടുത്തു. എന്നെ ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ മരിക്കുകയാണെങ്കിൽ മരിച്ചോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ ഒപ്പിട്ട് കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ സിസ്റ്റർ ആ സമയത്ത് എന്നെ വിളിച്ചായിരുന്നു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു ചിലപ്പോൾ ഈശോ കാണിക്കണമായിരിക്കും, അച്ഛൻ എന്താണ് അവർ ട്രീറ്റ് ചെയ്യണമെങ്കിൽ ട്രീറ്റ് ചെയ്തിട്ട് ആൻജിയോഗ്രാം ചെയ്യാനായിട്ട് സമ്മതിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവരോട് സമ്മതിച്ചു. അവർ ആൻജിയോഗ്രാം ചെയ്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് അച്ഛന് തീർച്ചയായിട്ടും അച്ഛൻ്റെ ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ട്, എല്ലാ ലക്ഷണങ്ങളും കാണിക്കുന്നതാണ്. പക്ഷെ ഇത് ചെയ്തു കഴിഞ്ഞപ്പോൾ അവർ പറയുക യാതൊരു കുഴപ്പമില്ല. അപ്പോൾ ദൈവം എൻ്റെ ജീവിതത്തിൽ കൃത്യമായിട്ട് ജീവിക്കുന്ന ദൈവമാണെന്ന് കാണിച്ചു തരുന്ന ഒരു അനുഭവത്തിലേക്കാണ് ഈ ഉടമ്പടി വഴിയായിട്ട് എന്നെ കൊണ്ടുചെന്നെത്തിച്ചത്. ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി അനുഭവങ്ങൾ, ഭൗതികമായിട്ടുള്ള അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. പക്ഷെ അതൊന്നും നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ഈ വേദിയിൽ ആഗ്രഹിക്കുന്നില്ല. കാരണം നിത്യതയിലേക്കാണ് നമ്മളെ ഈ ഉടമ്പടിയിലൂടെ ദൈവം വിളിച്ചിരിക്കുന്നതെന്ന് ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങളിൽ എപ്പോഴും പറയാറുണ്ട്. അതുതന്നെയാണ് ദൈവം ആരാണെന്ന് എന്നെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി തന്ന ഉടമ്പടിയാണ് ഇന്ന് ഞാൻ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വലിയൊരു അനുഭവം എൻ്റെ ജീവിതത്തിലേക്ക് തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ദൈവപിതാവിനും പരിശുദ്ധാത്മാവിനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം അവസാനിപ്പിക്കുന്നു. കാരുണ്യപ്രവർത്തികൾ അച്ഛന്മാരെപ്പോഴും കാരുണ്യപ്രവർത്തികൾ ചെയ്യുന്നവരാണ്, അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എന്നാലും ഞാനൊരു 200 കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് 10 വർഷമായിട്ട് 200 കുട്ടികളെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്, ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അവർക്ക് പഠിക്കാനുള്ള സഹായം ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു 21 പേരെ ഞാൻ ജർമ്മനിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, അവരുടെ കയ്യിൽ നിന്ന് യാതൊന്നും വാങ്ങിക്കാതെ. ഇപ്പോഴും ഒത്തിരി പേരെ സാമ്പത്തികമായിട്ട് സഹായിക്കുന്നുണ്ട്. അതെല്ലാം ദൈവം തരുന്ന കൃപയുടെ മേൽ ചെയ്യുന്നതാണ്, എൻ്റെ മെറിറ്റല്ല. അവരെ സഹായിക്കാനായിട്ട് ഒത്തിരി ജനറസ് ആയിട്ടുള്ള ആളുകൾ ജർമ്മനിയിൽ നിന്ന് അവർ കൈയച്ച് സഹായിക്കുന്നതുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഈ
കൃപാസന മാതാവ് നൽകിയ കൃപകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ ഒരു പാട്ട് ഇവിടെ കൃപാസനം ചാനലിലൂടെ റിലീസ് ചെയ്തിട്ടുണ്ട്. കൃപയുടെ നിറകുടമേ എന്ന് പറഞ്ഞുകൊണ്ട്. ഞങ്ങൾ വലിയ പാട്ടുകാരൊന്നുമല്ല, പക്ഷേ കൃപാസന അമ്മയോടുള്ള നന്ദി സൂചകമായിട്ട് സമർപ്പിച്ചതാണ്.